റഹീസ, ഈ അവിടെ ഇവിടെ നിന്നൊക്കെ ചില രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള യന്ത്ര തകരാറുണ്ട്, ചെറിയ രീതിയിലുള്ള പരാതികളും ആരോപണങ്ങളും ഒക്കെ വരുന്നുണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെയാണ് പോളിംഗ് അത് പുരോഗമിക്കുന്നത്. നല്ല രീതിയിലുള്ള പോളിംഗ് നടക്കുന്നുമുണ്ട്. ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് ഏത് രീതിയിലാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള വിവരം? സ്മിത, ഈ യന്ത്രത്തകരാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ കണ്ണൂരിൽ ഏതാണ്ട് ഒരു 10-15ഓളം ബൂത്തുകളിൽ യന്ത്രത്തകരാറ് സാരമായിട്ടുണ്ടായിരുന്നു. അത് വോട്ടിങ്ങിന് ഏതാണ്ട് 15 മിനിറ്റ് മുതൽ 1.5 മണിക്കൂർ വരെ തടസ്സപ്പെടുത്തിയ ബൂത്തുകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ പോളിംഗ് മെഷീന്റെ തകരാറുകൾ സാരമായി തന്നെ പോളിംഗിനെ ആദ്യഘട്ടത്തിൽ ബാധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കണ്ണൂർ കോർപ്പറേഷനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യ ഫേസിൽ, അതായത് ഒരു 12 മണി 12:30 വരെയൊക്കെയും പോളിംഗ് ശതമാനം വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ പോളിംഗ് ശതമാനം കണ്ണൂർ കോർപ്പറേഷനിൽ സത്യത്തിൽ മറ്റ് കോർപ്പറേഷനുകളൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് കൃത്യം പോയിന്റിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഒരു കോർപ്പറേഷൻ പരിധിയിലുള്ള ബൂത്തിലാണ്, ചൊവ്വ ഡിവിഷനിലുള്ള ഒരു ബൂത്തിലാണ്. ഈ ബൂത്തിലും അത്യാവശ്യം സ്ത്രീകളുടെ വലിയൊരു ക്യൂ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ 2 ബൂത്തുകളാണ് ഈ സ്കൂളിലുള്ളത്. ഈ 2 ബൂത്തുകളിലായി ഏതാണ്ട് ഒരു 10-25ഓളം സ്ത്രീകൾ ഇപ്പോൾ വോട്ട് ചെയ്യാനായി കാത്തു നിൽപ്പുണ്ട്. അപ്പോൾ അത്തരത്തിൽ സ്ത്രീകളൊക്കെ ഉച്ച കഴിഞ്ഞതോടുകൂടി ഏതാണ്ട് 3 മണി മുതലാണ് പ്രത്യേകിച്ച് ഈ ബൂത്തുകളിലേക്കൊക്കെ ആളുകൾ ഇങ്ങനെ കൂട്ടമായി വരുന്നുണ്ട്. അത് കോർപ്പറേഷനിലെ പോളിംഗ് ശതമാനം പ്രത്യേകം കൂട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നേരത്തെ ഒരു 42% ആയിരുന്നു 1 മണി വരെ ഒക്കെയും, പിന്നീട് അത് പെട്ടെന്ന് ഇപ്പോൾ ഒരു 55%, 56%ലേക്കൊക്കെ നീങ്ങുന്നുണ്ട്. അപ്പോൾ മറ്റ് കോർപ്പറേഷനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതൊരു നല്ല പോളിംഗ് ശതമാനം എന്ന നിലയിലേക്കൊക്കെ വരുന്നുണ്ട് കോർപ്പറേഷൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു പോളിംഗ് കുറവുണ്ട് എന്നിപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ച് പറയാൻ കഴിയില്ല. ഒപ്പം കണ്ണൂരിലെ ആകെ പോളിംഗ് ശതമാനം 64-നോട് അടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ ജില്ലാതലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിലും കോർപ്പറേഷൻ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിലും വിവിധ പഞ്ചായത്തുകൾ നോക്കുമ്പോൾ ചില പഞ്ചായത്തുകളിലൊക്കെ പോളിംഗ് കുറവുണ്ട്. പക്ഷേ അത് ഉച്ചയ്ക്ക് ശേഷം അത് പോളിംഗ് കൂടുതലായി വരും എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് കൂട്ടമായ ആളുകൾ ഉച്ചയ്ക്ക് ശേഷം എത്തും. ഏതാണ്ട് ഒരു 4 മണി മുതൽ 6 മണി വരെയൊക്കെ നല്ല തിരക്കുണ്ടാകുമെന്നാണ് ഈ പോളിംഗ് ഏജന്റുമാരും ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളും ഒക്കെ പറയുന്നത്. അങ്ങനെ കണ്ണൂരിൽ ഏതാണ്ട് നല്ല രീതിയിൽ പോളിംഗ് നടക്കുന്നു എന്നിപ്പോൾ പറയേണ്ടി വരും. ഈ യന്ത്ര തകരാർ ഒപ്പം തന്നെ ചില സ്ഥലങ്ങളിലൊക്കെയും ചെറിയ തോതിലുള്ള സംഘർഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് UDF സ്ഥാനാർത്ഥികൾ LDFനെതിരെ ആരോപണം ഉന്നയിക്കുന്നു, LDF UDFനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. അങ്ങനെ കള്ളവോട്ട് ആരോപണം എന്ന രീതിയിൽ 1-2 ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ചില ഭാഗങ്ങളിലുണ്ടെങ്കിലും പൊതുവെ കണ്ണൂരിൽ സമാധാനപരമായിരുന്നു. കാരണം ഈ ഇത്രയും പ്രശ്നബാധിത ബൂത്തുകളുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ വെബ്ക്യാം നിരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കാൻ പോലീസും ഒപ്പം തന്നെ റാപ്പിഡ് റെസ്പോൺസ് ടീമും ഒക്കെ ആവും വിധം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നിലവിലൊരു 3:30 ആകുന്ന ഈ സമയം വരെയും വലിയ തോതിൽ എന്തായാലും പ്രശ്നങ്ങളൊന്നും കണ്ണൂരിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ പോളിംഗ് കഴിഞ്ഞ തവണ നോക്കുകയാണെങ്കിൽ 78% പോളിംഗ് ഉണ്ടായിരുന്നു. ആ 78%-ത്തിനടുത്തേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ നേരത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പോളിംഗ് കഴിഞ്ഞ ജില്ലകളിൽ നോക്കുകയാണെങ്കിൽ ഒരു 3% ശരാശരി കുറവുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 2-3% കുറവ് വരും എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ ഒരു തവണത്തേതുപോലെ തന്നെ പോളിംഗ് നിർത്താനും സാധിക്കും. പ്രത്യേകിച്ച് ഈ ഉച്ച കഴിഞ്ഞതോടുകൂടി കോർപ്പറേഷനിലൊക്കെ സ്ഥാനാർത്ഥികൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ മനസ്സിലാക്കിയിട്ടുണ്ട് കൂടുതലായി ആളുകളെ എത്തിക്കണം, പോളിംഗ് കുറവാണെന്ന്. അവർ കൂടി ഉണർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്നുണ്ടായ ഒരു വർധനവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കാര്യമായി പോളിംഗ് കൂടും എന്ന് തന്നെയാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. വൈകിട്ടായതോടുകൂടി നിരവധി വാഹനങ്ങളിലൊക്കെ ഇപ്പോൾ ആളുകൾ ഇങ്ങോട്ടേക്ക് കുടുംബസമേതം ആളുകൾ എത്തുന്ന കാഴ്ചകൾ കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ കൂട്ടമായി കൂടി ആളുകൾ എത്തുകയാണെങ്കിൽ 78 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും. അത്തരത്തിൽ പോളിംഗ് കൊണ്ടെത്തിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ തങ്ങളുടെ വോട്ടുകൾ ഭൂരിഭാഗവും എത്തിച്ചു കഴിഞ്ഞു. ഇനി വരാനുള്ളത് വൈകിട്ടാണ്. ആ വോട്ടുകൾ എത്തും എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ കണ്ണൂരിൽ പോളിംഗ് ഒരു കൃത്യമായി പോകുന്നു, ഒരു കറക്റ്റ് മീറ്ററിൽ പോകുന്നു. മറ്റ് ജില്ലകളെ തന്നെ പുരോഗമിക്കുന്നു. ഇപ്പോൾ ഈ ഒരു ഉച്ചമയക്കത്തിന്റെ ആലസ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അത് കഴിഞ്ഞ് ഒരുപാട് പേർ വോട്ടേഴ്സ് അങ്ങനെ നിരനിരയായിട്ട് എത്തുന്നത് നമ്മൾ കാണുന്നു. ഇനി അധിക സമയമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പേരെ തങ്ങളുടെ വോട്ടേഴ്സിനെ എത്തിക്കാനുള്ള ഒരു പരക്കം പാച്ചിലും പാർട്ടിക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകും. അപ്പോൾ മാക്സിമം ആളുകളെ എത്തിക്കുക, മാക്സിമം വോട്ടേഴ്സിനെ. ചിലയിടങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട് സമയം കഴിഞ്ഞും വീണ്ടും വോട്ട് ചെയ്യാൻ എത്തുന്നവരുടെ നീണ്ട നിരയൊക്കെ തന്നെ. കണ്ണൂരിൽ എന്താണ് സംഭവിക്കുക വരുന്ന 2 മണിക്കൂറിൽ നിന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.